2017 9 പേരെ കൊലപ്പെടുത്തിയ ട്വിറ്റർ കൊലയാളി എന്നറിയപ്പെടുന്ന തകഹിരോ ഷിറൈഷിയെ ജപ്പാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 2022 ശേഷം രാജ്യം വധശിക്ഷ നടപ്പാക്കുന്നത് ഇതാദ്യം. ഇന്ത്യയുമായി വലിയ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് അമേരിക്ക. ചൈനയുമായും വലിയ വാണിജ്യ കരാറിൽ ഏർപ്പെടാനുള്ള ധാരണയായെന്നും അമേരിക്കൻ പ്രസിഡന്റ്. പ്രധാനമന്ത്രി മോദിയെ ഔദ്യോഗിക അത്താഴത്തിന് ക്ഷണിച്ചു. 12 വർഷത്തിനിടെ ആദ്യമായി ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പിന്മാറി. ഇന്ത്യയിലുടനീളം ശക്തമായ മൺസൂൺ മഴ ജനജീവിതം ദുസ്സഹമാക്കുന്നു. കടുത്ത വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സങ്ങളും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒഡീഷയിലെ പുരിയിൽ ഇന്ന് ജഗന്നാഥ രഥയാത്ര. ദശലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ചടങ്ങിന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30. തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം.